തീവ്രവാദ സംഘടനയായ SDPIയോടുള്ള കോൺഗ്രസ് നിലപാട് ഡബിൾ റോളാണുള്ളത്. SDPIയോടുള്ള നിലപാടിൽ കോൺഗ്രസിന് ഡബിൾ റോളാണുള്ളത്. കോൺഗ്രസും UDFും ഇപ്പോഴെടുത്തിട്ടുള്ള തീരുമാനം ആത്മാർത്ഥ ഇല്ലാത്തതാണെന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയുടെ തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാരണം. മുസ്ലിം ലീഗിൻ്റെ മധ്യസ്ഥതയിലാണ് SDPI കോൺഗ്രസ് നേതൃത്വം നിരവധി തവണ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായി ചർച്ച നടത്തിയത്. മുസ്ലിം ലീഗിൻ്റെ മധ്യസ്ഥതയിൽ SDPI കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് SDPI ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും UDFനുമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. പക്ഷേ ഒടുവിൽ BJP ഉയർത്തിയിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നത്. SDPI കോൺഗ്രസിനും UDFനുമുള്ള പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് 3 ദിവസം KPCC പ്രസിഡന്റ്, KPCC ആക്ടിംഗ് പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പിന്തുണയെ പ്രത്യക്ഷത്തിലും പരോക്ഷമായും ന്യായീകരിക്കാനാണ് തയ്യാറായത്. ഏത് സംഘടനകളും പിന്തുണ നൽകാറുണ്ട്, തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പിന്തുണ നൽകുന്നതാണ്, അതിൽ അത്ഭുതകരമായിട്ടൊന്നുമില്ല എന്ന രീതിയിലാണ് ആരെങ്കിലും പിന്തുണ നൽകിയാൽ അത് വേണ്ടെന്ന് വെക്കുന്ന പതിവുണ്ടോ? ഈ തരത്തിൽ SDPI നൽകിയ പരസ്യ പിന്തുണയെ ന്യായീകരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആദ്യം തയ്യാറായത്. പക്ഷേ തീവ്രവാദ സംഘടനകളുടെ, ഭീകര സംഘടനകളുടെ പിന്തുണ ഒരു കാരണവശാലും സ്വീകരിക്കില്ലെന്ന തത്വാധിഷ്ഠിത നിലപാട് അല്ലെങ്കിൽ ദേശാഭിമാന പ്രചോദിതമായ നിലപാട് കോൺഗ്രസിനുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാകേണ്ടതായിരുന്നു. കാരണം ആഗോള തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി പൊക്കിൾ കൊളി ബന്ധമുള്ള സംഘടനയാണ് SDPI. ആ SDPI പിന്തുണ പ്രഖ്യാപിച്ചാൽ ഒരു ദേശസ്നേഹമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ നിമിഷം തള്ളിപ്പറയണം. സാധാരണ വെറുതെ കിട്ടുന്നതാണെങ്കിൽ ആരെങ്കിലും വിഷം വാങ്ങി കഴിക്കുമോ? ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളെന്തിനാ തള്ളിപ്പറയണം? ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പം വെറുതെയാണ് കിട്ടുന്നത്, ആരെങ്കിലും വിഷം കഴിക്കുമോ? പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് വ്യക്തമായ ചർച്ചയുടെയും അതുപോലെ തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സഖ്യം നിലവിൽ വന്നത്. പക്ഷെ ഇപ്പോഴെന്താ പുതിയൊരു നിലപാടെടുത്തിരിക്കുന്നു, ഡബിൾ റോൾ. അതായത് KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞിരിക്കുന്നു, വീണ്ടും ഇതിൽ ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? ഇത് കണ്ണൂരിൽ നിന്നാണ് പ്രഖ്യാപിച്ചത്. മാത്രമല്ല വോട്ടർമാർ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഈ തരത്തിൽ ഒരർത്ഥത്തിൽ SDPIയുടെ പിന്തുണയെ സ്വീകരിക്കുന്ന രീതിയിലാണ് സുധാകരൻ പ്രസ്താവിച്ചത്. പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഞങ്ങൾക്ക് പിന്തുണ ഇപ്പോൾ ആവശ്യമില്ല എന്ന രീതിയിലും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പം സംഭവിക്കാൻ പോകുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ SDPIയുമായി കോൺഗ്രസിനും UDFനും അരങ്ങത്തും അണിയറയിലും രാഷ്ട്രീയ സഖ്യമുണ്ട്. പക്ഷേ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ അരങ്ങത്തെ സഖ്യത്തിന് പകരം അണിയറയിലാണ് ഈ SDPയുമായി കോൺഗ്രസും അതുപോലത്തെ UDFും സഖ്യമുണ്ടാക്കുന്നത്. ഇപ്പം തത്വത്തിൽ ഈ സഖ്യം
തുടരുക തന്നെ ചെയ്യും. തെക്കൻ ജില്ലകളിൽ ഈ സഖ്യത്തിൻ്റെ പേരിൽ അല്പം ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഈ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണം. അവിടെ സതീശനും എം ഹസനും തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തി. പക്ഷേ ഈ വടക്കൻ മേഖലയിൽ SDPIയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ UDFന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വടക്കൻ ജില്ലകളിൽ ഈ തീരുമാനമെടുത്തത്. സത്യത്തിൽ നോക്കൂ നിങ്ങൾ, ഇതൊന്നൊരു വിചിത്രമായൊരു തീരുമാനമാണ്. നമ്മുടെ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസിലെ ക്ലൈമാക്സ് പോലെയാണ് SDPIയോടുള്ള കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിലപാട്. ഒരു കാമുകി, രണ്ട് കാമുകന്മാർ. ഒടുവിൽ കാമുകി തീരുമാനിക്കുന്നു വടക്കൻ ഭാഗത്ത് മമ്മൂട്ടിയാണ് കാമുകൻ, ഹരി. തെക്കൻ ജില്ലയിൽ മോഹൻലാലാണ് കാമുകൻ, കൃഷ്ണൻ. ഇതാണ് ആ സിനിമ. ഇതേ ഒരു നിലപാടല്ലേ ഈ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസിലെ ക്ലൈമാക്സ് പോലെയല്ലേ SDPയോടുള്ള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നിലപാട്?